ശംഖ് ചക്ര ഗദാ പത്മധാരിയായിട്ടുള്ള ആ ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ശംഖ് ചക്രം ഗദ പത്മം എന്നിവയെക്കുറിച്ച് നമുക്കത് നോക്കാം. ശംഖ് എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് വേദവാണിയാണ്. അങ്ങനെ ശംഖ് ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പിന്നെയുള്ളത് ചക്രാണ്, സുദർശന ചക്രം. സുദർശനം എന്ന് പറയുമ്പോൾ തന്നെ സമ്യക്കായിട്ടുള്ള, അതായത് സമാനമായിട്ട് നമുക്ക് ദർശിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അർത്ഥാക്കണത്. അതായത് ആധ്യാത്മിക അർത്ഥത്തിൽ സുദർശന ചക്രം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിയമചക്രമാണ്. സുഖകരമായ പ്രപഞ്ച ദർശനം, അതായത് എല്ലാം ഒന്നായി കാണുന്ന എന്നാണ് ആ ഒരു രീതിയിലാണ് അർത്ഥം വരുന്നത്. ഈ താളചക്രത്തെ ഋതം എന്നാണ് വേദത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഋതവും സത്യവും ഒന്നാണെന്ന് വേദമന്ത്രങ്ങളിൽ പറയുന്നു. ഇത് സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ സമ്യക്കായിട്ടുള്ള പ്രപഞ്ച ദർശനമാണ്. പിന്നെയുള്ളത് ഗദ. ഗദ ആധ്യാത്മികമായിട്ട് ഒരു സാധികന് വികസിക്കാൻ ഗദയുടെ സഹായം കൂടിയേ തീരൂ. ഗദ വാസ്തവത്തിൽ യോഗസാധനയിലെ യമനിയമാദികളാണ്. അതായത് സാധകൻ്റെ ആത്മവികസനത്തിന് യമനിയമങ്ങൾ പരിപാലിച്ചാലേ പറ്റൂ. അതുപോലെ തന്നെ ഗദ ശക്തി, സംരക്ഷണം, അതുപോലെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള ശക്തി എന്നിവയൊക്കെ പ്രതിനിധീകരിക്കുന്നു. പിന്നെയുള്ളത് പത്മമാണ്. പത്മം എങ്ങനെ ആയുധമായിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടിക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആയുധം താമര എന്ന് നമുക്ക് നമുക്ക് സൂചിപ്പിക്കാം. ആയുധം എപ്പോഴും കൊല്ലാനുള്ളത് എന്ന് മാത്രമല്ല ആയുധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് പത്മത്തെയും നമ്മൾ ആയുധമായിട്ട് കണക്കാക്കുന്നത്. ആധ്യാത്മികമായിട്ട് പത്മം എന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ട്. വേദത്തിൽ പലയിടത്തും ആധ്യാത്മിക വികാസത്തെക്കുറിച്ചും ആധ്യാത്മിക നേട്ടങ്ങളെക്കുറിച്ചും പറയുമ്പോൾ പത്മം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് ആധ്യാത്മികമായിട്ടുള്ള അർത്ഥത്തിൽ ശംഖ് ചക്ര ഗദാ പത്മത്തെ നമ്മൾ വിശദീകരിക്കുന്നത്.